Hi all, welcome to this class. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അക്കൗണ്ട്സ് ഓഫ് ഹോൾഡിംഗ് കമ്പനി 2 എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2 ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് പേജ് നമ്പർ 132 എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ്, അസറ്റ് സൈഡിലാണെങ്കിൽ സൺഡ്രി അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഇത്തരം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ദ സൺഡ്രി അസറ്റ്സ് ഓഫ് എം ലിമിറ്റഡ്, മക്കളെ നിങ്ങളിപ്പോ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇവിടുത്തെ സബ്സിഡിയറി കമ്പനിയും ആർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇവിടുത്തെ ഹോൾഡിംഗ് കമ്പനിയുമാണ്. അത് എന്തുകൊണ്ടാണ് എം ലിമിറ്റഡിനെ സബ്സിഡിയറി കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അസറ്റ് സൈഡിൽ നോക്കിക്കേ മക്കളെ, ഇൻവെസ്റ്റ്മെന്റ് ബ്രാക്കറ്റിൽ ഇൻ 32,000 ഷെയർസ് ഓഫ് എം ലിമിറ്റഡ്. എം ലിമിറ്റഡിന്റെ 32,000 ഷെയർസ് ആര് ഹോൾഡ് ചെയ്തിട്ടുണ്ട്? ആർ ലിമിറ്റഡ് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടിട്ടാണ് അവിടെ എം ലിമിറ്റഡ് ആരായി മാറിയത്? സബ്സിഡിയറി കമ്പനിയും ആർ ലിമിറ്റഡ് ഹോൾഡിംഗ് കമ്പനിയും ആയത് കേട്ടോ. അപ്പോൾ എം ലിമിറ്റഡിന്റെ സൺഡ്രി അസറ്റ്സ് വാല്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ റീവാല്യൂ ചെയ്തത് എം ലിമിറ്റഡിന്റെ സൺഡ്രി അസറ്റ്സിനെ റീവാല്യൂ ചെയ്തത് 8,50,000 ആയിട്ടാണെന്ന് അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യം എന്തൊക്കെയാ കണ്ടുപിടിക്കുന്ന മക്കളെ? എമൗണ്ട് ഡ്യൂ എത്രയാണ്, അതുപോലെ എമൗണ്ട് പെയ്ഡ് എത്രത്തോളമാണ്, അതുപോലെ ക്യാപിറ്റൽ റിസർവ് ആണോ അല്ലെങ്കിൽ ഗുഡ്വിൽ ആണോ, ഇൻ കേസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്തിൽ കണ്ടുപിടിക്കുന്നത്? ഈ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എമൗണ്ട് ഡ്യൂ നമുക്ക് നോക്കാം. എമൗണ്ട് ഡ്യൂ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യണം മക്കളെ? എമൗണ്ട് ഡ്യൂ ഇസ് ഈക്വൽ ടു ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് പ്ലസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്ലസ് റീവാലുവേഷൻ ഗെയിൻ മൈനസ് പ്രിലിമിനറി എക്സ്പെൻസസ് ഇൻറ്റു ഹോൾഡിംഗ് പെർസെന്റേജ്. ഈ ഒരു പ്രോബ്ലത്തില് നമുക്ക് 32,000 ഷെയർസ് എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത്ര പെർസെന്റേജ് എന്ന് നമുക്ക് നൽകിയിട്ടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും ആ പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നോക്കിക്കേ മക്കളെ, ഇവിടെ എം ലിമിറ്റഡിന് എത്രത്തോളം ഷെയർസ് ഉണ്ട്? ടോട്ടൽ ഷെയർ വാല്യൂ ആണ് 4 ലക്ഷം എന്ന് പറയുന്നത്. ഒരു ഷെയറിന് 10 രൂപ നിരക്കില്. അപ്പൊ നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 4 lakh divided by 10 is equal to 40,000 ഷെയർസില് 32,000 ഷെയർസ് ആര് ഹോൾഡ് ചെയ്തിട്ടുണ്ട്? ആർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കാരെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനെ ഈസ്റ്റ് ചെയ്യാം. 40,000 ഈസ് ടു 32,000. നമ്മൾ അതിനെ വെട്ടി ചെറുതാക്കി വരുമ്പോൾ നമുക്ക് എങ്ങനെ ലഭിക്കും? 10:8 എന്ന് പറയുന്ന ഒരു ഫോമിൽ നമുക്ക് ലഭിക്കും അല്ലെ. അപ്പോൾ എത്ര ശതമാനം ഷെയർസ് ആണ് ആര് ഹോൾഡ് ചെയ്തിരിക്കുന്നത്? ഹോൾഡിംഗ് പെർസെന്റേജ് എന്നുണ്ടെങ്കിൽ 40,000-ൽ 32,000 ഷെയർസും ഒരു ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്തു. മീൻസ് 80%. ആ 80% എങ്ങനെയാ വന്ന മക്കളെ? 40,000 ഈസ് ടു 32,000. കോമൺ ആയിട്ട് പോകുന്നത് ഏതായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും അല്ലെ. 4ന്റെ മൾട്ടിപ്പിൾ വരുമ്പോ 10:8 എന്ന് പറയും. അപ്പൊ 10 എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ എന്തെന്ന് പറയുന്നത്? എം ലിമിറ്റഡിൽ 10ല് 10ൽ എത്ര ഭാഗം ആര് ഹോൾഡ് ചെയ്യുന്നുണ്ട്? 8 എന്ന് പറയുമ്പോ അവിടെ നമുക്ക് 100 ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ 80% ആരുടെ കൈവശമാണ്? ഹോൾഡിംഗ് കമ്പനിയുടെ കൈവശവും. 100ല് 80% പോയാൽ ബാക്കി എത്രയുണ്ട്? 20% സബ്സിഡിയറി സബ്സിഡിയറിയുടെ കമ്പനിയുടെ കയ്യിൽ വിൽക്കാതെയുള്ള ഷെയർസ് ആണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് മൈനോറിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. അപ്പൊ അവരുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴുള്ള റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് 20% ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഷെയർ ക്യാപിറ്റൽ ഇവിടെ എത്രയാണ്? എം ലിമിറ്റഡിന്റെ 4 lakh. റിസർവ് എത്രയാണ്? എം ലിമിറ്റഡിന്റെ 1,50,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? റീവാലുവേഷൻ ഗെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അത് 50,000. അതിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസസ്, എം ലിമിറ്റഡിന്റെ ഒരു പ്രിലിമിനറി എക്സ്പെൻസസ് ഉണ്ടല്ലോ, റൈറ്റ്സ് നമ്മളുടെ അസറ്റ് സൈഡിൽ 10,000. അത് ലെസ് ചെയ്തിട്ട് ഹോൾഡിംഗ് പെർസെന്റേജ് എത്രയാണ്? 80%. അപ്പോൾ നമ്മളുടെ എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5,00,000
20,000. ഈ 5,20,000 ആണ് യഥാർത്ഥത്തിൽ സബ്സിഡിയറി കമ്പനിയിലേക്ക് ഒരു ഹോൾഡിംഗ് കമ്പനി കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ബട്ട് ആക്ച്വലി ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് എത്ര മാത്രമാണ്? 5 lakh മാത്രമാണ്. അപ്പൊ അവിടെ വരുന്ന ആ 20,000 എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻ കേസ് 5,20,000 കൊടുക്കേണ്ട സിറ്റുവേഷനിൽ എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്ന 5,20,000 കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് 5,40,000 ആണെന്ന് പ്രതീക്ഷിക്കുക. ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതിയേക്കുന്നിടത്ത് 5,40,000 ആണെങ്കിൽ ആ തമ്മിലുള്ള ഡിഫറൻസസ് 5,20,000 5,40,000 തമ്മിലുള്ള 20,000 എന്നുള്ള ആ ഡിഫറൻസ് എമൗണ്ടിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഗുഡ് വിൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതായത് കൊടുക്കാനുള്ള എമൗണ്ടിനേക്കാളും ഒരു പടി കൂടുതലായിട്ടുള്ള എമൗണ്ട് ആണ് ഹോൾഡിംഗ് കമ്പനി സബ്സിഡിയറി കമ്പനിയിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ് നമ്മൾ അതിനർത്ഥം ഗുഡ് വിൽ എന്നാണ്. ഇവിടെ 5,20,000 രൂപ കൊടുക്കാനുണ്ട്. യഥാർത്ഥത്തിൽ ഹോൾഡിംഗ് കമ്പനി എത്രയാ കൊടുത്തിരിക്കുന്നത്? 5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 20,000 എന്ന് പറയുന്നത് അവിടുത്തെ ക്യാപിറ്റൽ റിസർവ്. ഇൻ കേസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെയാ മക്കളെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഷെയർ ക്യാപിറ്റൽ പ്ലസ് reserves plus profit and loss account plus revaluation gain minus preliminary expenses into remaining percentage. നോക്കിക്കേ, 4 ലക്ഷത്തിനോട് കൂടെ റിസർവ് ആയിട്ടുള്ള 1,50,000 ആഡ് ചെയ്ത് അതിനോട് കൂടെ റീവാലുവേഷൻ പ്രോഫിറ്റ് ആയിട്ടുള്ള 50,000 ആഡ് ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്യണം? 10,000 ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഷെയർ ക്യാപിറ്റൽ ആയിട്ടുള്ള 4 ലക്ഷം അതിനോട് കൂടെ റിസർവ് എന്ന് പറഞ്ഞിരിക്കുന്ന എം ലിമിറ്റഡിന്റെ 1,50,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിരിക്കുന്ന റീവാലുവേഷൻ ഗെയിൻ ആയിട്ടുള്ള 50,000, അതിൽ നിന്ന് പിന്നെ ഒരു 60,000 അവിടെ കയറി വന്നിട്ടുണ്ട്. അതിന്റെ ആവശ്യകത ഇല്ലട്ടോ മക്കളെ. 60,000 ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, അതങ്ങനെ വെട്ടിയിട്ടോട്ടോ. 60,000 അവിടെ ഇല്ല. അതിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറയുന്ന 10,000 ലെസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം നിങ്ങള്? റിമൈനിങ് ഷെയർ 80% ഷെയർസ് ആണ് ഹോൾഡിംഗ് കമ്പനി ഹോൾഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ബാക്കി 20% എന്ന് പറയുന്നത് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. ആ മൈനോറിറ്റി ഇൻട്രസ്റ്റ് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എത്ര കിട്ടും? 1,30,000 എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ്, അതായത് രണ്ട് കമ്പനിയും തമ്മിൽ കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റ് നമ്മൾക്ക് എടുക്കാം. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ആർ ലിമിറ്റഡിന്റെ ഷെയർ ക്യാപിറ്റൽ കാണിക്കാം 5 ലക്ഷം. റിസർവ്സ് എന്ന് പറഞ്ഞിട്ട് ആർ ലിമിറ്റഡിന്റെ 2 lakh കാണിക്കാം. അതിനോട് കൂടെ ക്യാപിറ്റൽ റിസർവ് നമുക്കറിയാലേ, ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ ഗുഡ് വിൽ മാത്രമാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിൽ വരുള്ളൂ. രണ്ടും ഒരുമിച്ച് ഒരിക്കലും വരില്ല. ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ 20,000 കാണിക്കാം. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 3 ലക്ഷവും 2 ലക്ഷവും കൂടി ആഡ് ചെയ്തിട്ട് 5 ലക്ഷവും കാണിക്കാം. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത 1,30,000 കാണിക്കാം. ശേഷം അസറ്റ് സൈഡില് സൺട്രി അസറ്റ് എന്ന് പറഞ്ഞിട്ട് ആർ ലിമിറ്റഡിന്റെ 6 lakhഉം എം ലിമിറ്റഡിന്റെ 7,90,000 അല്ല. അഡ്ജസ്റ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? എം ലിമിറ്റഡിന്റെ സൺട്രി അസറ്റ്സിനെ നമ്മൾ റീവാല്യൂ ചെയ്തു. 7,90,000 ആയിരുന്ന അസറ്റിനെ റീവാല്യൂ ചെയ്ത് എം ലിമിറ്റഡിന്റെ സൺട്രി അസറ്റ്സിനെ ആർ ലിമിറ്റഡ് ഏറ്റെടുത്തിരിക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 8,50,000 റുപ്പീസിനാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ 8,50,000 ആണ് കാണിക്കേണ്ടത്. അപ്പൊ 6 lakh plus 8,50,000 is equal to 14,50,000. അപ്പൊ ടാലി എമൗണ്ട് എന്ന് പറയുന്നത് 14,50,000 ആയിരിക്കും കേട്ടോ. ഇനി ഒരു പ്രോബ്ലം നോക്കിക്കേ മക്കളെ. ഇതെല്ലാം സിമിലർ പ്രോബ്ലംസ് ആണ്, യാതൊരു വ്യത്യാസങ്ങളൊന്നും ഇല്ലട്ടോ ഇതിനകത്ത്. നിങ്ങളൊന്ന് നോക്കണേ. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റോ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റോ ഒന്നിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടില്ല. ഒരു കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ന ഡേറ്റിലാണെന്നും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലാണ് നമ്മൾ അവിടെ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റും പീരീഡ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒന്നും പറയാതെ ഒരു സിമ്പിൾ പ്രോബ്ലം ഉണ്ടോ എക്സാമിന് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നോക്കിക്കാൻ മക്കളെ ആർ ലിമിറ്റഡ് എം ലിമിറ്റഡിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ്, പലതരം വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഷെയർ ക്യാപിറ്റലിന്റെ റിസർവിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റേഴ്സിന്റെ, ഇപ്പുറത്ത് സൺട്രി അസറ്റിന്റെ പ്രിലിമിനറി എക്സ്പെൻസിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ. ഓക്കെ. ആർ ലിമിറ്റഡ് അക്വയർ ദി ഷെയർസ് ഓഫ് എം ലിമിറ്റഡ് ഓൺ 1st April 2020. അതായത് ഏപ്രിൽ 2020 ഏപ്രിൽ 1-ാം തീയതിയിലാണ് എം ലിമിറ്റഡിനെ ആർ ലിമിറ്റഡ് എന്ത് ചെയ്തത്? അക്വയർ ചെയ്തത്, അതായത് ഹോൾഡ് ചെയ്തത്. റിസർവ്സ് ആൻഡ് പി ആൻഡ് അക്കൗണ്ട്സ് stood at the beginning. ആദ്യ സമയത്ത്, അതായത്
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും റിസർവ്സ് ഒക്കെ, അതായത് ആ ഏറ്റെടുക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നോക്കിക്കേ 1 ഏപ്രിൽ ആണല്ലേ, ഒരു അക്കൗണ്ടിങ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് ആണ് 1 ഏപ്രിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ 1 ഏപ്രിലിൽ തന്നിരിക്കുന്ന റിസർവ്സിനെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ബിഗിനിങ് ബാലൻസസ് ആയിട്ട് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസസ് ആയിട്ട് കൺസിഡർ ചെയ്യണം കേട്ടോ. അതായത് 10,000 റിസർവ്സും 1 lakh റിസർവ്സും 50,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രിപ്പയർ എ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. എങ്ങനെയാണ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് റിസർവ്സ് പ്ലസ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് മൈനസ് പ്രിലിമിനറി എക്സ്പെൻസസ്. അപ്പൊ എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ്? എത്രയാണ്? റിസർവ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് 1 lakh, പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് 50,000 മൈനസ് പ്രിലിമിനറി എക്സ്പെൻസസ്. ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസസ് 10,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,40,000 എന്ന് പറഞ്ഞ് നമുക്ക് ലഭിക്കും. ഇനി പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് റിസർവ്സ് പ്ലസ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് പി ആൻഡ് എൽ അക്കൗണ്ട് മൈനസ് പ്രിലിമിനറി എക്സ്പെൻസസ് മൈനസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. അപ്പൊ നമുക്ക് നോക്കാം. പോസ്റ്റ് അക്വിസിഷൻ പീരീഡിൽ ക്ലോസിംഗ് ബാലൻസ് ഓഫ് റിസർവ് എവിടെ നിന്ന് എടുക്കും? ക്ലോസിംഗ് ബാലൻസ് ഓഫ് റിസർവ് എവിടെ നിന്ന് എടുക്കും? എം ലിമിറ്റഡിന്റെ റിസർവ്സ് നോക്കാം, 2 lakh. ക്ലോസിംഗ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എം ലിമിറ്റഡിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം, 1 lakh. അതിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസ് 10,000, എം ലിമിറ്റഡിന്റെ 10,000 മൈനസ് ചെയ്യാം. അതിൽ നിന്ന് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പ്രോഫിറ്റ് 1,40,000 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 1,50,000 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ്. മക്കളെ, പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന പ്രീ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് തന്നെ എന്താണ്? മുൻപ്. നമുക്കറിയാലേ പ്രീ വെഡിങ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? വെഡിങ്ങിന് മുൻപായിട്ട് നടത്തുന്ന ഫോട്ടോഷൂട്ട്. പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഔട്ട്ഡോർ ഒക്കെ, അതായത് വെഡിങ്ങിന് ശേഷം. അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കട്ടോ. പ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയെ അക്വയർ ചെയ്യുന്നതിന് മുൻപ്, പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി അക്വയർ ചെയ്തതിന് ശേഷം. ഓക്കെ. എമൗണ്ട് ഡ്യൂ, എത്രത്തോളം എമൗണ്ട് ആണ് കൊടുക്കാനുള്ളത്, അതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് ഇൻടു ഹോൾഡിംഗ് പെർസെന്റേജ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്ര ഷെയർസ് ആണ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്? 75% ഷെയർസ് ആണല്ലേ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഹോൾഡിംഗ് പെർസെന്റേജ് എന്ന് പറയുന്നത് 75%. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 100-ൽ 75% ഷെയർസ് ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി 25% എന്ന് പറയുന്നതാണ് അവിടുത്തെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റല്? എം ലിമിറ്റഡിന്റെ 5 ലക്ഷം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്, പ്രീ അക്വിസിഷൻ ആണ് ഏറ്റെടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1,40,000 തമ്മിൽ ആഡ് ചെയ്യുക ഇൻറ്റു 75%. ഈ പെർസെന്റേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ കാൽക്കുലേറ്ററിലെ പെർസെന്റേജിന്റെ സിമ്പിൾ ഉണ്ടായിരിക്കും. അല്ലാത്ത പക്ഷം 75 അടിക്കുക, ഡിവൈഡ് ഇൻറ്റു 1,40,000 75% ആണെങ്കിൽ 1,40,000 ഇൻറ്റു 75 ഡിവൈഡഡ് ബൈ 100 കേട്ടോ. ഡിവിഷൻ നോക്കിയിട്ട് 100. അല്ലാത്ത പക്ഷം കാൽക്കുലേറ്റേഴ്സിൽ നിങ്ങൾ പെർസെന്റേജിൽ പ്രസ് ചെയ്താലും മതി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ ഒന്ന് മോസ്റ്റ് കോമൺലി ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ എമൗണ്ട് ഡ്യൂ നമുക്ക് ലഭിക്കും. എത്രയാണ്? 4,80,000. ഇവിടെ നോക്കിക്കേ മക്കളെ, യഥാർത്ഥത്തിൽ എത്ര രൂപയാണ് പേയ്മെന്റ് ഇവിടെ നടത്തേണ്ടത്? 4,80,000 രൂപയെ ആര് കൊടുക്കേണ്ടതായിട്ടുള്ളൂ? ഈ ഹോൾഡ് ചെയ്യുന്ന ആർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എം ലിമിറ്റഡിലേക്ക് പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരുന്നുള്ളൂ. പക്ഷെ യഥാർത്ഥത്തില് ആ എം ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയർസ് ഇവര് ഹോൾഡ് ചെയ്തു. ആർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഹോൾഡ് ചെയ്തപ്പോൾ എത്ര രൂപയാണ് ഇവിടെ പേയ്മെന്റ് നടത്തിയിരിക്കുന്നത്? 7 ലക്ഷം, 7 lakh rupees ആണ് നടത്തിയിരിക്കുന്നത്. 4,80,000 രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് 7 ലക്ഷം രൂപയാണ് ആര് കൊടുത്തിരിക്കുന്നത്? ഹോൾഡിംഗ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഹോൾഡിംഗ് കമ്പനിക്ക് എന്തുണ്ട്? ഗുഡ് വില് ഉണ്ട്. 7 ലക്ഷത്തിൽ നിന്ന് 4,80,000 കഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ലഭിക്കുന്ന 2,20,000 ഇവിടുത്തെ എന്താണ്? ക്യാപിറ്റൽ റിസർവ് അല്ല, ഗുഡ് വിലാണ്. മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് ആണ് നമ്മൾ പേ ചെയ്യുന്നതെങ്കിൽ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് കാണിച്ചിരിക്കുന്നത്? 7 lakh ആണല്ലേ. ഇൻ കേസ് 4,80,000 വന്ന സ്ഥിതിക്ക് 4 ലക്ഷമാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗത്ത് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ക്യാപിറ്റൽ റിസർവ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ എന്താണ്? 4,80,000 രൂപ ഡ്യൂ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിടക്കുന്ന എമൗണ്ട് എത്രയാണ്? 7 lakh ആയതുകൊണ്ടിട്ട് അത് ഗുഡ് വിൽ ആണ്. 2,20,000 എന്ന് പറയുന്ന ഗുഡ് വിൽ ആണ്. ഇനി മൈനോറിറ്റി ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം മക്കളെ?
ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് പ്ലസ് പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് ഇൻടു റിമൈനിങ് ഷെയർ. ഷെയർ ക്യാപിറ്റൽ ഇവിടെ എത്രയാണ്? 5 lakh. 5 lakhനോട് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് 1,40,000 ആഡ് ചെയ്യുക. പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് 1,50,000 ആഡ് ചെയ്യുക. ഇൻടു റിമൈനിങ് ഷെയർ എത്രയാണ്? 75% ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 25%. ബാക്കി 25% കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,97,500 ആണ്. ആ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന്റെ എവിടെ കാണിക്കണം? ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഇനി കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഷെയർ ക്യാപിറ്റൽ, ആർ ലിമിറ്റഡിന്റെ ഷെയർ ക്യാപിറ്റൽ എടുത്തെഴുതാം, ആർ ലിമിറ്റഡിന്റെ റിസർവ് എടുത്തെഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം എടുത്ത് എഴുതാം. 2 ലക്ഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആർ ലിമിറ്റഡിന്റെ. അതിനുശേഷം പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് മക്കളെ? അക്യൂർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് അല്ലെ? അതായത് ആർ ലിമിറ്റഡ് എം ലിമിറ്റഡിനെ ഏറ്റെടുത്ത് കഴിഞ്ഞതിന് ശേഷം എം ലിമിറ്റഡിലുള്ള പ്രോഫിറ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു പാർട്ട് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഈ ആർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അവകാശപ്പെട്ടതാണ് അല്ലെ? അപ്പൊ അതിലുള്ള 1,50,000ന്റെ എത്ര ശതമാനമാണ് ആർ ലിമിറ്റഡിന് അവകാശപ്പെട്ടത്? 75%. കാരണം 75 എം ലിമിറ്റഡിന്റെ 75% ഷെയർസ് ആരുടെ കൈവശമാണുള്ളത്? ആർ ലിമിറ്റഡിന്റെ കൈവശമായത് കൊണ്ടിട്ട് എം ലിമിറ്റഡിന്റെ 1,50,000 എന്ന് പറയുന്ന പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റിന്റെ 75% ആർക്ക് അവകാശമുണ്ട്? ആർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനിക്ക് അവകാശമുണ്ട്. അപ്പൊ 1,50,000 into 75% ആഡ് ചെയ്യുമ്പോൾ 1,12,500. അപ്പൊ 2 പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 3,12,500. അതിനോട് കൂടി മൈനോറിറ്റി ഇൻട്രസ്റ്റ് ചേർക്കാം. 1,97,500 ക്രെഡിറ്റേഴ്സ്, 2 പേരുടെ ക്രെഡിറ്റേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് 6 lakh കാണിക്കാം. അടുത്ത അസറ്റിന്റെ കേസിലാണെങ്കിൽ സൺട്രി അസറ്റ് എന്ന് പറഞ്ഞിട്ട് 8 lakhും 99 lakhും കൂടി ആഡ് ചെയ്ത് 17,90,000 കാണിക്കാം. പകരം ഇവിടെ ക്യാപിറ്റൽ റിസർവ് അല്ല, ഗുഡ്വിൽ ആണ്. എത്രയാണ് ഗുഡ്വിൽ? 2,20,000 കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 20,10,000 എന്ത് ടാലി ആയിട്ടുണ്ടാവും? കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് അവിടെ ടാലി ആയിട്ടുണ്ടാവും കേട്ടോ. മക്കളെ ഈ ഒരു സിമിലർ വേയിലാണ്, യാതൊരുവിധ വ്യത്യാസങ്ങളും ഇല്ല. എമൗണ്ടിൽ മാത്രം വ്യത്യാസത്തോട് കൂടിയാണ് ഇനി 2 പ്രോബ്ലംസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യാട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് 26 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങളൊന്ന് ആൻസർ ചെയ്യണം കേട്ടോ. അത് ആൻസർ ചെയ്തത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉള്ളതാണ് കേട്ടോ. ഇനി നമ്മളുടെ ബ്ലോക്ക് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ബ്ലോക്കിലൂടെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3യിലെ ഫൈനൽ ചാപ്റ്റർ ആണ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ ആൻഡ് ഷെയർസ് എന്ന് പറയുന്നത്. നിങ്ങൾ +2ലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഗുഡ്വിൽ എങ്ങനെയാ വാല്യൂ ചെയ്യുന്നത്, ഷെയർസ് എങ്ങനെയാ വാല്യൂ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അധികം എലാബറേറ്റ് ചെയ്തുള്ള ഒരു പോർഷൻ അല്ല കേട്ടോ. വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ, അതിൽ എന്താണ് ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a goodwill represent a firm's brand name or loyal customers base or reputation for high quality products due to which earns a super profit. ഗുഡ്വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫേമിന്റെ ഇൻടാൻജിബിൾ അസറ്റ് ആണ്. നമ്മൾക്ക് തൊടാനോ കാണാനോ ഒന്നും തന്നെ സാധിക്കില്ല. പക്ഷേ ആ ഗുഡ്വില്ലിനെ നമുക്ക് വാല്യൂ ചെയ്യാനായിട്ട് പുറമേയുള്ള ആളുകൾ, ഔട്ട്സൈഡേഴ്സ് നമ്മുടെ ബിസിനസിനെ നോക്കിക്കാണുന്ന ആ ഒരു പൊസിഷനെയാണ് ഗുഡ്വിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. ഒരു ഫേമിന്റെ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആ ഒരു ഫേമിനോടുള്ള ഒരു ലോയാലിറ്റിയോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ നല്ല നല്ല ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റുകൾ കസ്റ്റമേഴ്സിലേക്കൊക്കെ നമ്മൾ ഓഫർ ചെയ്യുന്നതിലൂടെ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് ഒക്കെ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗുഡ്വിൽ ഈസ് എ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ റെപ്യൂട്ടേഷൻ, ആ ഒരു ഫേമിന്റെ സൽപ്പേരിനെ നമ്മളൊരു വാല്യൂ നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ, ഒരു മൂല്യം നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഗുഡ്വിൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? നമ്മളുടെ നോർമൽ പ്രോഫിറ്റിനേക്കാളും എല്ലായ്പ്പോഴും എക്സീഡ് ചെയ്യുന്ന ഒരു ലെവലാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ്വിൽ. ഗുഡ്വില്ലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഇറ്റ്സ് ആൻ ഇൻടാൻജിബിൾ അസറ്റ്. അതൊരു ഫിക്സ്ഡ് അസറ്റിന്റെ ഒരു കാറ്റഗറിയാണ് ഇൻടാൻജിബിൾ അസറ്റ് എന്ന് പറയുന്നത്. നമുക്ക് തൊടാനോ കാണാനോ ഒന്നും സാധിക്കില്ലാത്ത ഒരു ഫാക്ടറാണ്.
വാല്യൂ ടെൻസ് ടു ഫ്ലക്ച്വേറ്റ്. പക്ഷെ ഈ ഗുഡ് വില്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ മീൻസ് ഇറ്റ്സ് ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ ആണ് വാല്യൂ എന്ന് പറയുന്നത്. മാറിക്കൊണ്ടിരിക്കും. എല്ലായ്പ്പോഴും ഒറ്റ വാല്യൂ എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഗുഡ് വില്ല് കൂടാം, ചിലപ്പോൾ ഗുഡ് വില്ല് കുറയാം. ഉയർന്നു വരുന്ന ഗുഡ് വില്ലാണ് ഒരു ഫേമിന്റെ ലോങ് ടേം സക്സസ് എന്ന് പറയുന്നത്. ഈസ് വാല്യൂ ആൻഡ് സോൾഡ് അറ്റ് ടൈം ദ സെയിൽ ഓഫ് ദി ബിസിനസ്. ബിസിനസ് വിൽക്കുന്ന സമയത്ത് ഇപ്പോ ABC എന്ന് പറയുന്ന എന്റെ ഫേമിന് ഒരു ഗുഡ് വിൽ എന്തെന്ന് എന്ന് വിചാരിക്കാം. ഞാൻ ABC എന്ന് പറയുന്ന ഫേം BCD എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് സെയിൽ നടത്തുവാണ്. ഞാൻ എന്റെ ഫേമിനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു കമ്പനിയോട് ഏറ്റെടുക്കാൻ പറയുകയാണ്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ ഗുഡ് വില്ലും എന്ത് ചെയ്യും എന്നുള്ളതാണ്, കൈമാറ്റം ചെയ്യുമെന്നാണ് പറയുന്നത്. ABC എന്ന് പറയുന്ന എന്റെ ഫേം അത്രയും കാലം കൊണ്ടുണ്ടാക്കിയ ഗുഡ് വില്ലും കൂടെയാണ് ഞാൻ ആ സെയിൽ നടത്തുന്ന സമയത്ത് കൺവേർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സബ്ജക്റ്റീവ് ജഡ്ജ്മെന്റ് ഓഫ് ദി വാല്യൂ. ഒരു വാല്യൂറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് ഒരു ഫേമിന്റെ ഗുഡ് വിൽ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മൾ പറയുന്നത് ഞങ്ങളുടെ ഫേമിൽ ഇത്ര ഗുഡ് വിൽ ഉണ്ടെന്ന് നമ്മൾക്ക് ഉറപ്പ് പറയുന്നതിലല്ല, മറ്റൊരാള് നമ്മുടെ ഫേമിനെ ഏത് രീതിയിലാണോ ജഡ്ജ് ചെയ്യുന്നത് ആ ഒരു വാല്യൂറിന്റെ ജഡ്ജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഗുഡ് വിൽ നിലനിൽക്കുന്നത്. Goodwill is created when the purchase consideration of a business is more than the actual net value of a business. മക്കളെ, purchase consideration എന്ന് പറയുന്ന സമയത്ത് നമുക്കുണ്ടെങ്കിൽ അമാൽഗമേഷൻ നടക്കുന്ന സമയത്ത്, അമാൽഗമേഷൻ മീൻസ് when two or more companies are joined together to form a new company. രണ്ടോ അതിലധികമോ കമ്പനികൾ കൂടി ചേർന്നുകൊണ്ട് നമ്മളൊരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നു. ഇപ്പൊ A ലിമിറ്റഡും B ലിമിറ്റഡും കൂടി ചേർന്നുകൊണ്ടിട്ട് AB ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഫോം ചെയ്യുന്നു. അല്ലെങ്കിൽ ഹീറോ എന്ന് പറയുന്ന കമ്പനിയും ഹോണ്ട എന്ന് പറയുന്ന കമ്പനിയും കൂടി ജോയിൻ ചെയ്തുകൊണ്ട് ഹീറോ ഹോണ്ട എന്ന് പറയുന്ന ഒരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞാൽ അമാൽഗമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഏത് കമ്പനിയെയാണോ അക്യൂർ ചെയ്യുന്നത്, ഇപ്പൊ A എന്ന് പറയുന്ന കമ്പനിയെ B എന്ന് പറയുന്ന കമ്പനി അക്യൂർ ചെയ്യുന്ന സമയത്ത് വെറുതെ അക്യൂർ ചെയ്യില്ല. B എന്ന് പറയുന്ന കമ്പനി A എന്ന് പറയുന്ന കമ്പനിയിലേക്ക് എന്ത് കൊടുക്കണം, സംതിങ് ഇൻ റിട്ടേൺ, എന്തെങ്കിലും ആ ഒരു കമ്പനിയുടെ ഒരു മൂല്യത്തിന് അനുസൃതമായിട്ട് ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടിട്ടാണ് B എന്ന് പറയുന്ന കമ്പനിയെ A എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നത്, ഹോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മള് ഒരു കമ്പനിയുടെ അക്വയർ ചെയ്യുന്ന സമയത്ത് അക്വയർ കമ്പനി എന്ന് പറയുന്ന അക്വയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കമ്പനിയിലേക്ക് കൊടുക്കുന്ന പേയ്മെന്റിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പർച്ചേസ് കൺസിഡറേഷൻ എല്ലായ്പ്പോഴും എന്തിനെ അഫക്ട് ചെയ്തുകൊണ്ടിരിക്കും, ഗുഡ് വില്ലിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇനി നേച്ചർ ഓഫ് ഗുഡ് വിൽ. ഗുഡ് വില്ലിന്റെ നേച്ചർ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഗുഡ് വിൽ ഈസ് എ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ റെപ്യൂട്ടേഷന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. വിച്ച് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദി ബേസിസ് ഓഫ് എക്സസ് ഓഫ് എക്സ്പെക്ടഡ് പ്രോഫിറ്റ് ഓവർ ദി നോർമൽ പ്രോഫിറ്റ്. അതായത് നമ്മളുടെ നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടിയതാണ് നമ്മളുടെ എക്സ്പെക്ടഡ് പ്രോഫിറ്റ് എങ്കിൽ അതിനെ നമ്മൾക്ക് ഗുഡ് വിൽ എന്ന് വിളിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഗുഡ് വില്ലിന്റെ നേച്ചർ. ഗുഡ് വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. അതിന് ഒരിക്കലും ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല. ഇപ്പൊ ഒരു ഫർണിച്ചർ, അതിന് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ട്. അതിന് ഇട്ടുകൊടുത്ത് അത് കിടക്കണം അല്ലെ, അതിനൊരു ഫിസിക്കൽ അതിനൊരു എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഗുഡ് വിൽ എന്ന് പറയുന്ന ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല. അതിനെന്താ പറയാ, അതല്ല ഇപ്പോഴും ഒരു ബിസിനസ് ഫേമിന്റെ പ്രോഫിറ്റബിലിറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതിനെ ഒരിക്കലും ബിസിനസ്സിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യുകയും സോൾഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ബിസിനസിന്റെ പർച്ചേസും സെയിലുമായിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഗുഡ് വില് വിൽക്കണോ ഗുഡ് വില് വാങ്ങണോ എന്നുള്ളത്. ഇപ്പൊ A ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ B ലിമിറ്റഡിന് വിൽക്കുമ്പോൾ A ലിമിറ്റഡ് അത്രയും കാലം ഉണ്ടാക്കിയ പ്രോഫിറ്റും ഗുഡ് വില്ലും കൂടിയാണ് ആരിലേക്ക് കൺവേർട്ടഡ് ആവുന്നത്, ബിയിലേക്ക് കൺവേർട്ടഡ് ആവുന്നത്. ഇൻ കേസ് A അപ്പൊ എന്താ ചെയ്യുന്നത്, ഗുഡ് വില്ലിനെ വിൽക്കുമ്പോൾ B എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നു, ആ ഗുഡ് വില്ലിനെ പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ ബിസിനസ്സിൽ തമ്മിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു എന്താ പറയാ, ആ ഒരു പർച്ചേസിലും സെയിലിലും മാത്രമാണ് അതിലൂടെ മാത്രമാണ് നമുക്ക് ഗുഡ് വില്ലിനെയും പർച്ചേസ് ചെയ്യാനായിട്ടാണെങ്കിലും സെയിൽ ചെയ്യാനായിട്ടാണെങ്കിലും സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് കേട്ടോ. ഇനി what are the factors affecting value of goodwill? ഗുഡ്വില്ലിന്റെ വാല്യൂവിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലൊക്കേഷൻ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ ലൊക്കേഷൻ, ആ ബിസിനസ് സിറ്റുവേറ്റ് ചെയ്യുന്ന പ്ലേസ്.
രണ്ട് എഫിഷ്യന്റ് മാനേജ്മെന്റ് ടീം, കാര്യക്ഷമതയുള്ള മാനേജ്മെന്റ്. ലോങ്ജിവിറ്റി ഓഫ് ബിസിനസ്, ബിസിനസിന്റെ ആ ഒരു ദൂരം, ബിസിനസ് വർക്ക് ചെയ്യുന്ന ആ ഒരു കാലയളവ്. നേച്ചർ ഓഫ് എ പ്രോഡക്റ്റ് വിച്ച് കമ്പനി ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ സ്വഭാവം, എത്രത്തോളം റിസ്ക് ആണ് ബിസിനസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. ഹയർ റിസ്ക് ലോവർ ദി ഗുഡ് വില്, റിസ്ക് കൂടുതലുള്ള ബിസിനസ് ആണെങ്കിൽ, അതായത് കൂടുതൽ അതിനൊരു കോൺട്രാവെൻഷൻ എന്ന് പറയുന്നത് റിസ്ക് കൂടുമ്പോൾ, ഹയർ റിസ്ക് ആണെങ്കിൽ ഹയർ പ്രോഫിറ്റ് ആയിരിക്കും, ലോ റിസ്ക് ആണെങ്കിൽ ലോ പ്രോഫിറ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ റിസ്കിനെയും ഗുഡ്വില്ലിനെയും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹയർ റിസ്ക് ഉള്ള കമ്പനിയുടെ ഗുഡ്വിൽ എന്ന് പറയുന്നത് ലോ ആയിരിക്കും, ലോ റിസ്ക് ഉള്ള കമ്പനിയുടെ ഗുഡ്വിൽ എന്ന് പറയുന്നത് ഹയർ ആയിരിക്കും. കോമ്പറ്റീഷൻ ലെവൽ ഓഫ് എ മാർക്കറ്റ്, മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ലെവല്, ഒരുപാട് വലിയ വലിയ കോമ്പറ്റീഷനുകളാണ് ഒരു ഫോം അഫക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫോമിന്റെ ഗുഡ്വില് താരതമ്യേന കുറവായിരിക്കും. പ്രോഫിറ്റ് ട്രെൻഡ്, പ്രോഫിറ്റിന്റെ ട്രെൻഡ് ഇനി ഇൻക്രീസിംഗ് ട്രെൻഡ് ആണ് കാണിക്കുന്നതെങ്കിൽ ഗുഡ്വിലും ഇൻക്രീസിംഗ് ട്രെൻഡ് ആയിരിക്കും. ഇൻ കേസ് ഡിക്ലൈനിങ് ആണ് പ്രോഫിറ്റിന്റെ ട്രെൻഡ് എങ്കിൽ ആ ഫോമിന്റെ ഗുഡ്വിലും ഡിക്ലൈനിങ് ആയിരിക്കും. ഫാക്ടേഴ്സ് ചോദിക്കാറുള്ളതാണ്, ഓരോ 7 പോയിന്റ്സ് ആണുള്ളത്, ആ 7 പോയിന്റ്സും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി ഏതെല്ലാം സമയത്താണ് ഗുഡ്വില് വാല്യൂ ചെയ്യുന്നതിന്റെ ചില ആവശ്യകത ഏതൊക്കെ സമയത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ ആ ഫേമിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വരുന്ന മാറ്റം, ഏതൊക്കെ സമയത്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മാറ്റം ഉണ്ടാകുന്നത്? ഒരു പാർട്ട്ണറിന്റെ അഡ്മിഷൻ, ഒരു പാർട്ട്ണറിന്റെ റിട്ടയർമെന്റ്, ഒരു പാർട്ട്ണറിന്റെ ഡെത്ത്, അല്ലെങ്കിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ഡിസൊല്യൂഷൻ, ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ഗുഡ്വില് വാല്യൂ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെ സമയത്താണ്, എന്തെല്ലാം ആവശ്യകതയാണ് ഗുഡ്വില് വാല്യുവേഷൻ നടത്തുന്ന സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫോം, ഒരു ഫോമിന്റെ റീകോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ് അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, ഡിസൊല്യൂഷൻ എന്ന് പറയുന്നതെല്ലാം റീകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ സമയത്തെല്ലാം തന്നെ നമ്മൾ വാല്യൂ ചെയ്യുന്ന ഒന്നാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത് കേട്ടോ. ഇനി വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഗുഡ്വിൽ? ഒരു ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഡിഫറെന്റ് മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് ആണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, അന്യൂറ്റി മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് സെവറൽ മെത്തേഡ്സ് ആണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒന്നാമത്തെയാണ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. In the average past profit is multiplied by number of year of purchase, calculate the value of goodwill. നമ്മളൊരു ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതായത് ഒരു 4 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ 4 വർഷത്തെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് അതിനെ എത്ര ഇയറിലെ പ്രോഫിറ്റ് ആണ് നമ്മൾ ആഡ് ചെയ്തത്? 4 വർഷത്തെ ആണെങ്കിൽ അപ്പൊ ആ 4 നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ചിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആ ആവറേജ് പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ഗുഡ്വില് ലഭിക്കുന്നത്. ഏത് മെത്തേഡില്? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡില്. നമുക്ക് നോക്കാം കേട്ടോ. ഇലിസ്ട്രേഷൻ 1 നോക്കിയ മക്കളെ. Calculate the value of goodwill as on 1/1/2021 based on 3-year purchase of average profit. Average profit ന്റെ എത്ര ഇയർ ഓഫ് പർച്ചേസ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 3 ഇയർ ഓഫ് പർച്ചേസ്. അപ്പൊ 3യുടെ അടിയിൽ ഒന്ന് വരച്ചു വെക്കാം. ആവറേജ് പ്രോഫിറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 2015 30,000, 2016 40,000, 2017 20,000, 2018 50,000, 2019 70,000, 2020 90,000. അപ്പൊ എത്ര വർഷത്തെയാണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കിക്കാം മക്കളെ. 2015 തുടങ്ങി 2020 വരെ. അപ്പൊ ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കേ. 30,000 പ്ലസ് 40,000 പ്ലസ് 20,000 പ്ലസ് 50,000 പ്ലസ് 70,000 പ്ലസ് 90,000 is equal to 33 lakh. ആ 3 lakh എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റ് ആണ്. ആ ടോട്ടൽ പ്രോഫിറ്റിന്റെ ആവറേജ് പ്രോഫിറ്റ് വന്നിട്ട് 3 lakh ഡിവൈഡഡ് ബൈ എത്ര വർഷത്തെ പ്രോഫിറ്റ് ആണ് നമ്മൾ ഇവിടെ എടുത്തത്? 6 വർഷത്തെ ആണ് അല്ലെ. അപ്പൊ 3 lakh ഡിവൈഡഡ് ബൈ 6. അപ്പൊ നമുക്ക് എത്ര ലഭിക്കും? 50,000 എന്ന് പറയും. ആ 50,000 ആണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി ഗുഡ്വിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയർ ഓഫ് പർച്ചേസ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000, ഇയർ ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത് 3. നമ്മൾ ആദ്യം പറഞ്ഞ 3. അപ്പൊ 50,000 ഇൻറ്റു 3 is equal to 1,50,000. ഇനി അടുത്ത ഒരു മെത്തേഡ് ആണ് നമുക്ക് നൽകിയിരിക്കുന്നത് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റിനോട് അസോസിയേറ്റ് ചെയ്ത്
നമുക്ക് വെയിറ്റ് ഉണ്ടായിരിക്കും. ആ വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാട്ടോ എങ്ങനെയാണെന്നുള്ളത്. അതായത് ഒരു കുറച്ച് ഇയേഴ്സ് ഉണ്ടാവും, പ്രോഫിറ്റും ഉണ്ടാവും, വെയിറ്റും ഉണ്ടാവും. ഓരോ പ്രോഫിറ്റിനെ അതാത് വെയിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ 2നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ ഇൻറ്റു ഇയർ ഓഫ് പർച്ചേസ് ആണ് എന്തെന്ന് പറയുന്നത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The profit and losses for the year 2016 40,000, 2017 20,000, 18 50,000, 19 70,000, 20 93,000. അപ്പൊ എത്ര വർഷത്തെയാണ് തന്നിരിക്കുന്നത്? 5 വർഷത്തെയാണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? 40,000. വെയിറ്റ് തന്നിട്ടുണ്ട്. ഓരോ ഇത് കണ്ടുപിടിക്കേണ്ടത് 3 ഇയർ ഓഫ് പർച്ചേസ് ആണ്. അപ്പൊ 3യുടെ അടിയിൽ വരച്ചു വെക്കാം. വെയിറ്റഡ് ആവറേജ് തന്നിട്ടുണ്ട് 1 2 3 4 5. അപ്പൊ അതായത് 2016 നേരെ വെയിറ്റ് 1 കൊടുക്കുക, 2017 നേരെ 2 കൊടുക്കുക, അങ്ങനെ കറസ്പോണ്ട് ചെയ്ത് വരുമ്പോൾ 2020 നേരെ 5 കൊടുക്കുക. ഇനി അതാത് പ്രോഫിറ്റിനെ അതാത് വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെയാണ് എമൗണ്ട് എന്ന് പറയുന്ന കോളത്തിൽ കാണിക്കുന്നത്. 40,000 into 1 40,000, 20,000 into 2 40,000, 50,000 into 3 1,50,000, 70,000 into 4 2,80,000, 90,000 into 5 4,65,000. ഇനി എമൗണ്ട് എന്ന് പറയുന്ന ആ കോളം കംപ്ലീറ്റ് ആഡ് ചെയ്യുക, വെയിറ്റ് എന്ന് പറയുന്ന കോളവും ആഡ് ചെയ്യുക. ഇനി ആവറേജ് വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ്. അതാണ് നമ്മൾ എങ്ങനെ ചെയ്തിരുന്നത്? ആവറേജ് പ്രോഫിറ്റിൽ ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ എന്തായിരുന്നു? നമ്പർ ഓഫ് ഇയേഴ്സ് ആയിരുന്നു. ഇവിടെ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ല, പകരം ടോട്ടൽ വെയിറ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 9,75,000. 9,75,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 15. അപ്പൊ നമുക്ക് ലഭിക്കുന്നത് എത്രയാണ്? 65,000 ആണ് നമ്മുടെ വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു ഇയർ ഓഫ് പർച്ചേസ്. വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് 65,000 ആണ്. ഇൻറ്റു ഇയർ ഓഫ് പർച്ചേസ് 3 ചെയ്ത് കഴിയുമ്പോൾ 1,95,000 ആണ് അവിടുത്തെ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു മെത്തേഡാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. എന്താണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ഇൻ ദ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, the average or actual profit of a company is compared with the normal profit which any other organization same capital in the same type of business would be earned. അപ്പൊ നോക്കിക്കേ, ഒരു കമ്പനിയുടെ ആവറേജ് പ്രോഫിറ്റും ആ കമ്പനിയുടെ നോർമൽ പ്രോഫിറ്റും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഒരു ഫേമിന്റെ ആവറേജ് പ്രോഫിറ്റ് ഈസ് എക്സീഡ് ദി നോർമൽ പ്രോഫിറ്റ്, നോർമൽ പ്രോഫിറ്റിനേക്കാളും കൂടുതലാണ് ആവറേജ് പ്രോഫിറ്റ് എങ്കിൽ അത്തരം കമ്പനികളെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഒന്നാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റലിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്യുക. ഫിക്സഡ് ക്യാപിറ്റൽ പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെയാ മക്കളെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? WC എന്ന് പറയുന്ന വർക്കിംഗ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറന്റ് അസറ്റിൽ മൈനസ് കറന്റ് ലയബിലിറ്റി. അതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫിക്സഡ് ക്യാപിറ്റലിനോട് കൂടെ വർക്കിംഗ് ക്യാപിറ്റൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് ലഭിക്കും? ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇൻ കേസ് അതർവൈസ് ഒരു മെത്തേഡാണ് ക്യാപിറ്റലിനോട് കൂടെ റിസർവ്സോ അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ ആഡ് ചെയ്ത് അതിൽ നിന്ന് ഫിക്ടീഷ്യസ് അസറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് ലഭിക്കും? ക്യാപിറ്റൽ എംപ്ലോയിഡ് ലഭിക്കും. ഇനി കാൽക്കുലേഷൻ സ്റ്റെപ്പ് 2, കാൽക്കുലേഷൻ ഓഫ് കറന്റ് ഇയർ പ്രോഫിറ്റ്. കറന്റ് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇസ് ഈക്വൽ ടു കറന്റ് ഇയർ പ്രോഫിറ്റിനോട് നിന്ന് അബ്നോർമൽ ഗെയിൻ ലെസ് ചെയ്യുക, അബ്നോർമൽ ഗെയിൻ ലെസ് ചെയ്യുക, അതിനോട് കൂടി അബ്നോർമൽ ലോസ് ആഡ് ചെയ്യുക, അതിൽ നിന്ന് നോർമൽ ലോസ് ലെസ് ചെയ്ത് കഴിഞ്ഞിട്ട് നോർമൽ ഗെയിൻ ആഡ് ചെയ്യുക, ശേഷം ടാക്സ് ലെസ് ചെയ്യുക. പ്രോബ്ലത്തിലൂടെ മാത്രമാണ് മനസ്സിലാവുള്ളൂ, ഇക്വേഷൻസ് കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. ഇനി ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെ കണ്ടുപിടിക്കും? ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് മൈനസ് ഹാഫ് ഓഫ് ദി കറന്റ് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആ എമൗണ്ടിന്റെ ഹാഫ് ലെസ് ചെയ്യാം. നോർമൽ പ്രോഫിറ്റ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്ന മക്കളെ?
ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100. ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കിക്കേ. ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലാണ് കേട്ടോ. അതായത് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതിൽ നിന്ന് ആ ഒരു മെത്തേഡ് അനുസരിച്ച്. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് പ്രോഫിറ്റിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് ലെസ് ചെയ്താലാണ് സൂപ്പർ പ്രോഫിറ്റ് വരുന്നത്. ഇനി ഗുഡ് വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയർ ഓഫ് പർച്ചേസ്. ഇത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു പോർഷൻ ആണ് കേട്ടോ. ഇക്വേഷൻസ് എന്തായാലും പഠിച്ചിരിക്കും. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇലിസ്ട്രേഷൻ 3 തന്നിട്ടുണ്ട്. നമുക്കൊരു എന്താ പറയുക, ഒരു വെർട്ടിക്കൽ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യം ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ഓൾസോ തന്നിട്ടുണ്ട്. പിന്നീട് അസറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൺ ദി ബേസിസ് ഓഫ് 2-year purchase ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഓൺ ദി ബേസ്ഡ് ഓൺ ദി ഇൻഫോർമേഷൻ. റീസണബിൾ റിട്ടേൺ ഓൺ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഇൻവെസ്റ്റഡ് 12% ആണ് തന്നിരിക്കുന്നത്. അതിന് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആയിട്ട് കൺസിഡർ ചെയ്യാം. റേറ്റ് ഓഫ് ടാക്സ് 50% ആണ്. The profit of the company before tax rupees 1,10,000. ആദ്യം തന്നെ നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഫിക്സ്ഡ് അസറ്റ് പ്ലസ് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി. ഫിക്സ്ഡ് അസറ്റുകൾ ഇവിടെ എന്തൊക്കെയാണ്? ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതെല്ലാം നമുക്ക് എടുക്കാം കേട്ടോ. ബിൽഡിങ്, പ്ലാന്റ്, അതിനോട് കൂടെ കറന്റ് അസറ്റ് ആഡ് ചെയ്യാം, അതിനോട് കൂടെ ഡെപ്റ്റേഴ്സിനെ ആഡ് ചെയ്യാം. അതിൽ നിന്ന് കറന്റ് ലയബിലിറ്റി എന്തൊക്കെയാണ് കുറയ്ക്കേണ്ടത്? ക്രെഡിറ്റേഴ്സും പ്രൊവിഷൻ ഫോർ ടാക്സും. അപ്പൊ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് 3,56,000 എന്ന് പറയുന്നത്. ഇനി കറന്റ് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. കറന്റ് ഇയർ പ്രോഫിറ്റ് ബിഫോർ അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. കറന്റ് ഇയർ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് 1,10,000 എന്ന് പറയുന്നത്. അതിൽ നിന്ന് ടാക്സ് കുറച്ചാലാണ് നമുക്ക് ആഫ്റ്റർ ടാക്സ് കിട്ടുള്ളൂ. ടാക്സിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് ലഭിക്കേണ്ടത്. അപ്പൊ 1,10,000 ഇൻറ്റു 50%. എത്രയായിരിക്കും മക്കളെ ലഭിക്കുന്നത്? 1,10,000ന്റെ 50% എന്ന് പറയുമ്പോൾ 55,000. 1,10,000 മൈനസ് 55,000 ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും കറന്റ് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത്? 55,000. ഇനി ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 50% ഓഫ് കറന്റ് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ് കണ്ടുപിടിച്ചത്? 3,56,000. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച കറന്റ് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ് കണ്ടുപിടിച്ചത്? 55,000 ഉണ്ട്. അതിന്റെ ഹാഫ് ആണ് ഇക്വേഷൻ പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. നോക്കിക്കേ, ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് is equal to capital employed minus 50% of current year profit after tax. അപ്പോൾ 3,56,000 നിന്ന് കറന്റ് ഇയർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കണ്ടുപിടിച്ച 55,000ന്റെ ഹാഫ്, അതായത് 55% ഇൻറ്റു 1/2 എന്ന് പറയുന്നത് എത്രയാണ്? 27,500. 3,56,000 നിന്ന് 27,500 കുറച്ച് ബാക്കി ലഭിക്കുന്ന 3,28,500 ആണ് അവിടുത്തെ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് കേട്ടോ. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചതിന് ശേഷം നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ്. ഇവിടെ നോർമൽ റേറ്റ് എത്രയാണെന്ന് റീസണബിൾ റേറ്റ് ഓഫ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നതാണ് അവിടുത്തെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 12%. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 3,28,500ന്റെ എത്ര പെർസെന്റേജ് ആണ്? 12% ആണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതായത് 39,420. ഇനി സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എത്രയാണ്? നമ്മുടെ എമൗണ്ട് 55,000 മൈനസ് നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 39,420 ഇസ് ഈക്വൽ ടു 15,580 ആണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പൊ അത് വെച്ച് ഗുഡ് വിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ഇയർ ഓഫ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 15,580 ഇൻറ്റു ഇയർ ഓഫ് പർച്ചേസ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 2 ആണല്ലേ. അപ്പൊ ഇൻറ്റു 2 അതാണ് നമ്മുടെ 31,160 ആണ് അവിടുത്തെ ഗുഡ് വിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൂടെ ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ് ആസ് പെർ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയാണ്? ഗുഡ്വിൽ is equal to super profit method into 100 divided by normal rate of return. 100 divided by, അതായത് എന്താണ് ചെയ്തത്? റെസിപ്രോക്കൽ ആണ് ചെയ്യേണ്ടത്.
100 divided by normal rate of return. ഇനി ആവറേജ് പ്രോഫിറ്റിന്റെ ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണ്? ആദ്യം തന്നെ ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഒക്കെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ശേഷം ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഓക്കെ. പിന്നീട് കാൽക്കുലേറ്റ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ആസ് പെർ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണെങ്കിൽ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. അങ്ങനെയും നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം ഈസ് rupees 1,20,000. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%. ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് is equal to 9 lakh. അത് വെച്ചിട്ട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിലും ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലും. നമുക്ക് ആദ്യം ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 1,20,000 ആണല്ലേ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ഫേം എന്ന് പറയുന്നത്. അപ്പോ 1,20,000 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്? 10%. 10. അപ്പൊ എത്രയാണ്? 1,20,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 12 lakh ആണ് അവിടുത്തെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2 എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം? ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മൈനസ് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നോക്കിക്കേ, ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 12 lakh. അതിൽ നിന്ന് ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 9 lakh. ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ലഭിക്കും? ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ ആവറേജ് പ്രോഫിറ്റിന്റെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലുള്ള ഗുഡ്വിൽ നമുക്ക് ലഭിക്കും. അതായത് 3 lakh. ഇനി സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിന്റെ ക്യാപിറ്റലൈസേഷനിലൂടെ എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിന് നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു 100 ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 9 lakh. 9 lakh ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10%. അപ്പൊ എത്രയായിരിക്കും എമൗണ്ട് ലഭിക്കുന്ന നോർമൽ പ്രോഫിറ്റ്? 90,000. അടുത്തത് സൂപ്പർ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 1,20,000. അതിൽ നിന്ന് ഇപ്പൊ കണ്ടുപിടിച്ച നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 90,000 ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന 30,000 ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇനി സൂപ്പർ ക്യാപിറ്റലൈസേഷനോ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ എന്താണ്? നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. സൂപ്പർ പ്രോഫിറ്റ് 30,000 ആണ്. 30,000 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 3 lakh. മക്കളെ ഇക്വേഷൻസ് കാണാതെ പഠിക്കാണ്ട് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുമല്ലോ. ഇക്വേഷൻസ് ഒരു പേപ്പറിൽ എഴുതി കാണാതെ തന്നെ പഠിച്ചിരിക്കുക. അടുത്ത നോക്കിക്കേ മക്കളെ, annuity method. It is a loss of interest due on the value of super profit is compensated. For the calculated goodwill, super profit is divided by present value of annuity. Annuity method എന്ന് പറയുന്നത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. സൂപ്പർ പ്രോഫിറ്റിനെ എന്താ വെച്ച് ഡിവൈഡ് ചെയ്യുന്നു? തന്നിരിക്കുന്ന അന്യൂറ്റി വാല്യൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മളവിടെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. The profit of the company of last 4 years. അവസാന 4 വർഷത്തെ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. അതിന്റെ ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണ്. അന്യൂറ്റി മെത്തേഡിൽ സൂപ്പർ പ്രോഫിറ്റിന്റെ ഇതിൽ അന്യൂറ്റി മെത്തേഡിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. പ്രസന്റ് വാല്യൂ ഓഫ് അന്യൂറ്റിയുടെ പ്രസന്റ് വാല്യൂ തന്നിട്ടുണ്ട്. 4 വർഷത്തേക്ക് 5% റിട്ടേണിന് 1 രൂപ നിരക്കിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. നോർമൽ പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കാം. ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ആവറേജ് ആനുവൽ എംപ്ലോയിഡ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്? നമ്മള് നോർമൽ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 2 lakh. 2 lakh ഇൻറ്റു 10%. അതാണ് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 20,000 എന്ന് പറയുന്നത്. ഇനി ആവറേജ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ മക്കളെ? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ചെയ്താലാണ് ആവറേജ് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നത്. ആ ആവറേജ് പ്രോഫിറ്റ് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ആവറേജ് പ്രോഫിറ്റിന് ആ 96,000 എങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 വർഷത്തെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തതാണ് കേട്ടോ. 16,000, 28,000, 20,000 ആൻഡ് 32,000. അതിനെ 4 വർഷത്തെ 4 കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ആഫ്റ്റർ ടാക്സ് 24,000. സൂപ്പർ പ്രോഫിറ്റ് കാണുന്നത് എങ്ങനെയാണ്? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് 24,000. അതിൽ നിന്ന് നോർമൽ പ്രോഫിറ്റ് ആയിട്ടുള്ള 20,000 കുറച്ചാൽ ബാക്കി ലഭിക്കുന്ന 4,000.
ഗുഡ്വിൽ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യേണ്ട അന്യൂറ്റി മെത്തേഡിൽ സൂപ്പർ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ അന്യൂറ്റി വാല്യൂ. സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ് 4000 ഡിവൈഡ് ബൈ അന്യൂറ്റി വാല്യൂ ഇവിടെ തന്നേക്കണേന്നാണ് 0.252102 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 15,886.59 എന്ന് പറയുന്നതാണ് അവിടുത്തെ ഗുഡ്വിൽ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കിക്കേ മക്കളെ, ഇലിസ്ട്രേഷൻ 6 നോക്കിക്കേ. സോറി, ഒരു മെത്തേഡ് കൂടെ ഉണ്ട്, പർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എ പ്രൈസ് റിസീവ്ഡ് ഫോർ ദ സെയിൽ ഓഫ് ആൻ അസറ്റ്. ഒരു അസറ്റ് വിറ്റ് കഴിയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രൈസ് പർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഗുഡ്വിൽ ഈസ് ദ എക്സസ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഓവർ നെറ്റ് അസറ്റ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസിന്റെ നെറ്റ് അസറ്റിനേക്കാൾ കൂടുതൽ വിലയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ എങ്കിൽ അതിനെയാണ് നമ്മൾ അവിടെ എന്തെന്ന് പറയുന്നത്, ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? പർച്ചേസ് കൺസിഡറേഷനിൽ നിന്ന് നെറ്റ് അസറ്റ് മൈനസ് ചെയ്യുക. മക്കൾ ഇവിടെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അസറ്റുകൾ ഒരു വെർട്ടിക്കൽ ഫോം ആണ് കൊടുത്തിരിക്കുന്നത്. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ് ഉണ്ട്, അടുത്തത് അസറ്റും ഉണ്ട്. ഇറ്റ് വാസ് പർച്ചേസ്ഡ് ബൈ ബി ലിമിറ്റഡ്. ഇത് എ ലിമിറ്റഡിന്റെ ബാലൻസ് ഷീറ്റ് ആണ്. ഇത് ബി ലിമിറ്റഡ് ആണ് പർച്ചേസ് ചെയ്യുന്നത്. അത് വിച്ച് പേസ് 6,10,000 in all assuming machinery is valued at 1,30,000. മെഷീനറിനെ വാല്യൂ ചെയ്തത് 1,25,000 രൂപയുടെ മെഷീനറിനെ ഇവർ വാല്യൂ ചെയ്തത് 1,30,000 ആയിട്ടാണ്. എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനീനെ ബി ലിമിറ്റഡ് പർച്ചേസ് ചെയ്ത സമയത്ത് എ ലിമിറ്റഡിലേക്ക് കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് 6,10,000 ആണ്. ആ എമൗണ്ടിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഗുഡ്വിൽ ആസ് പെർ പർച്ചേസ് മെത്തേഡിൽ ഗുഡ്വിൽ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ എംപ്ലോയ്ഡ് എങ്ങനെയാ മക്കളെ കണ്ടുപിടിച്ചിരുന്നത്? ഫിക്സ്ഡ് അസറ്റിൽ നിന്ന് ഫിക്സ്ഡ് അസറ്റ് പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് ഒരു ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റുകളുടെ ടോട്ടൽ എടുക്കാം. ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5,80,000 ആണ് അല്ലെ അസറ്റുകളുടെ ടോട്ടല്. ടോട്ടൽ അസറ്റ് മൈനസ് മിസ്ലേനിയസ് എക്സ്പെൻസസ്. എന്തെങ്കിലും മിസ്ലേനിയസ് എക്സ്പെൻസസ് ഉണ്ടോ? 5,000 ഉണ്ട് അല്ലേ. അപ്പൊ ആ 5,000 മിസ്ലേനിയസ് എക്സ്പെൻസ് കുറയ്ക്കാം. അതിൽ നിന്ന് ക്രെഡിറ്റേഴ്സിനെ കുറയ്ക്കാം. ക്രെഡിറ്റേഴ്സ് എത്രയാണ്? 75,000. അത് കുറയ്ക്കാം. അതിനോട് കൂടെ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ വഴിയായിട്ട് നടത്തിയ പ്രോഫിറ്റ് നോക്കിക്കാൻ മക്കളെ. ആ പ്രോഫിറ്റ് എങ്ങനെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1,25,000 രൂപയാണ് ബാലൻസ് ഷീറ്റ് പ്രകാരമുള്ള നമ്മുടെ അസറ്റിന്റെ വാല്യൂ. അതിനെ നമ്മൾ ബി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ആ എ ലിമിറ്റഡിനെ പർച്ചേസ് ചെയ്ത സമയത്ത് ആ 1,25,000 രൂപ എന്ന് പറയുന്ന ആ ഒരു ഫിക്സ്ഡ് അസറ്റ് വാങ്ങിച്ചത് 1,30,000 രൂപയ്ക്കാണ്. അതായത് 5,000 രൂപ എന്ന് പറയുന്നത് അവിടുത്തെ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ആണ്. അതിനെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ എങ്ങനെ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് പർച്ചേസ് മെത്തേഡിലാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ അസറ്റ് മൈനസ് മിസ്ലേനിയസ് എക്സ്പെൻസസ് മൈനസ് ക്രെഡിറ്റേഴ്സ് പ്ലസ് എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ആഡ് ചെയ്യാം. അതായത് 5,05,000 എന്ന് പറയും. ഇനി പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാ കാൽക്കുലേറ്റ് ഗുഡ്വിൽ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്ന? പർച്ചേസ് കൺസിഡറേഷൻ മൈനസ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. പർച്ചേസ് കൺസിഡറേഷൻ ഇവിടെ 6,10,000. അതിൽ നിന്ന് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് ആയിട്ടുള്ള 5,05,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് ആണ് 1,05,000 എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കുറച്ച് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡ്വിൽ എന്താണ്? ഏതെല്ലാം ഫാക്ടേഴ്സ് ആണ് ഗുഡ്വിലിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ലൊക്കേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി, അതൊക്കെ നിങ്ങൾ നോക്കാട്ടോ. ഗുഡ്വിൽ എന്താണ്? എന്തെല്ലാം സിറ്റുവേഷനിലാണ് ഗുഡ്വിലിനെ വാല്യൂ ചെയ്യുന്നതിന്റെ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം, റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫേം, അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, എന്താ പറയാ, ഡിസൊല്യൂഷൻ, ഈ ടൈമിലൊക്കെയാണ് വരുന്നത്. ഇനി ഗുഡ്വിലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് അതും നമുക്കറിയാവുന്നതാണ്. പിന്നെ ഏതെല്ലാം മെത്തേഡ്സിലാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടതുള്ളത് അത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ മെത്തേഡ്സ് ആയിരുന്നു? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, capitalization of average profit method, capitalization of super profit method, annuity method and purchase method. ഓരോ മെത്തേഡിലും ഓരോ പ്രോബ്ലംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നോക്കി പഠിക്കാം. നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ശ്രദ്ധയോടെ പഠിക്കണേ.
എക്സസൈസ് നിങ്ങള് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഓരോ എക്സസൈസ് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗുഡ് വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയ്ഡ് വന്നിട്ടുണ്ടാവും, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ വന്നിട്ടുണ്ടാവും. അതിന്റെയൊക്കെ ബേസിൽ വെച്ചിട്ടായിരിക്കണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് ആ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാം. ആ ഒരു 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 24 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. അടുത്തത് മക്കളെ വാല്യുവേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഷെയർ എന്താണെന്ന് അറിയാലേ? അതായത് ഒരു ഷെയർ ക്യാപിറ്റലിന്റെ സ്മോൾ യൂണിറ്റ്സിനെയാണ് നമ്മൾ ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ. മീനിങ് ഓഫ് വാല്യുവേഷൻ ഓഫ് ഷെയർ. Valuation of share is the process of knowing a company's share value, which is done on the basis of quantitative techniques. ചില ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂവിനെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വാല്യുവേഷൻ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈസി ടു നോ ഫോർ ദി കമ്പനി ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ വാല്യൂവിനെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഷെയർ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദർ മാർക്കറ്റിംഗ് ഫോഴ്സസ്. മാർക്കറ്റിലെ രണ്ട് ശക്തികളെ അനുസരിച്ചിട്ടാണ് ഷെയറിന്റെ വാല്യൂ എന്ന് പറയുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വാല്യൂ ഓഫ് ദി ഷെയർസ്? ഷെയർസിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ഡിവിഡൻഡ് ഡിക്ലെയറിംഗ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ഡിക്ലെയർ ചെയ്ത ഡിവിഡൻഡ്. റേറ്റ് ഓഫ് റിട്ടേൺ ഇൻ സെയിം ടൈപ്പ് ഓഫ് ബിസിനസ്. സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ഓഫർ ചെയ്യുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എങ്ങനെയാണ്? ഫിനാൻഷ്യൽ റേഷ്യോസ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയർസിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ കൺട്രോള്. ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഭാവി സംബന്ധിച്ച ചില കാര്യങ്ങൾ. ലിമിറ്റേഷൻ ഓഫ് എ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷന്റെ അഭാവം. നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ സ്വഭാവം. പൊസിഷൻ ഓഫ് പീസ് ഇൻ എ കൺട്രി. രാജ്യത്തുള്ള സമാധാനത്തിന്റെ ആ ഒരു അവസ്ഥ, സമാധാനത്തിനെ മെഷർ ചെയ്യുന്ന ആ ഒരു അവസ്ഥ. അക്യുമുലേറ്റഡ് റിസർവ്സ് ഓഫ് എ കമ്പനി. കമ്പനിയുടെ കുന്നുകൂടി കിടക്കുന്ന റിസർവുകൾ. മാനേജ്മെന്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ മാനേജ്മെന്റ്. ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്? ഷെയറിന്റെ വാല്യുവേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി നീഡ് ഫോർ ദി വാല്യുവേഷൻ ഓഫ് ഷെയർസ്. ഷെയർ വാല്യൂ ചെയ്യണം എന്നതിന്റെ ആവശ്യകത എന്തൊക്കെയാന്നുള്ളത്. ഫോർ അമാൽഗമേഷൻ ആൻഡ് ടേക്ക് ഓവർ സിറ്റുവേഷൻ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഒന്നോ അതിലധികമോ കമ്പനി കൂടിച്ചേർന്ന് ഒരൊറ്റ കമ്പനി ആയിട്ട് മാറുന്നു. ടേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുന്ന സിറ്റുവേഷൻ. ആ സമയത്തെല്ലാം തന്നെ നമ്മുടെ ഷെയർസിനെ നമ്മൾ വാല്യൂ ചെയ്യണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ദി ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫോം. ഒരു പാർട്ണർഷിപ്പ് ഫോമിന്റെ ക്ലോഷർ അല്ലെങ്കിൽ അതിന്റെ വൈൻഡപ്പിന്റെ സമയത്ത് ആ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന്റെ വാല്യൂ അനലൈസ് ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ദി ടൈം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഫോർ ദി ഫേം വിച്ച് ഈസ് നോട്ട് ലിസ്റ്റഡ് ഓൺ എനി സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാത്ത ഒരു കമ്പനി തങ്ങളുടെ കൈവശമുള്ള ഷെയർസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻ. When a loan is raised from bank or any other sources keeping the shares or securities. അതായത് നമ്മളൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്തോ മറ്റെന്തെങ്കിലും ഫിനാൻഷ്യൽ സോഴ്സസ് വഴിയായിട്ട് നമ്മളൊരു ഫിനാൻസ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഷെയറിനെ വാല്യൂ ചെയ്യണം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. അറ്റ് ദി ടൈം ഓഫ് കൺവേർഷൻ ഓഫ് കൺവേർട്ടബിൾ പ്രിഫറൻഷ്യൽ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. നമ്മളുടെ കൈവശമുള്ള ഷെയർസിനെ നമ്മൾ പ്രിഫറൻസ് ഷെയർസിലേക്കോ ഡിബഞ്ചേഴ്സിലേക്കോ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഷെയർസിനെ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ചെയ്യണം. When there is request from the shareholders to appraisal of their shares are not traded. നോക്കിക്കേ, ചില സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന്റെ ഭാഗത്ത് നിന്നൊരു റിക്വസ്റ്റ് ഉണ്ടാവുകയാണ്, നമ്മുടെ ഷെയർസിനെ സംബന്ധിച്ചിട്ട് ഷെയർസ് ഒന്നും തന്നെ വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രസന്റ് വാല്യൂ അറിയാൻ പാടില്ലാത്ത ഒരു അവസ്ഥയിലൊക്കെ നമുക്ക് ഇതിന്റെ വാല്യുവേഷൻ നടത്തണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ടു ഫൈൻഡ് ഔട്ട് ദി കറക്റ്റ് വാല്യൂ ഓഫ് ദി അസറ്റ് ഓഫ് ദി ഫേം. നമ്മുടെ ഫേമിന്റെ അസറ്റിന്റെ കൃത്യമായിട്ടുള്ള മൂല്യം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഫോർ സെല്ലിംഗ് ദി ഷെയർസ് ടു ദി പ്രൈവറ്റ് കമ്പനി. ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് നമ്മുടെ ഷെയർസ്
വിൽക്കുന്ന സമയത്ത് ഷെയറിന്റെ വാല്യുവേഷൻ നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഷെയറിന്റെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. നാളെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ അടുത്ത കുറച്ച് കാര്യങ്ങളും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതോടുകൂടെ ബ്ലോക്ക് 3 എന്ന് പറയുന്ന ആ ഒരു പോർഷൻ ഇവിടെ അവസാനിക്കുവാണ് കേട്ടോ. എല്ലാവരും ഇത്രയും പോർഷൻസ് ഒക്കെ ഇന്നെടുത്ത പോർഷൻസ് എല്ലാം നോക്കേണ്ടതാണ് മക്കളെ. ഗുഡ് വില്ലിന്റെ പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കുന്നത് ഇന്ന് വിട്ട് കളയല്ലേ. ഇക്വേഷൻസ് ഓരോന്നിന്റെ ഇക്വേഷൻസ് എൻറ്റയർലി ഡിഫറൻഷിയേറ്റഡ് ആണ്. ഓരോ ഇക്വേഷൻ എഴുതി കൃത്യമായിട്ട് പഠിച്ച് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്ത് തന്നെ പഠിക്കണം. അക്കൗണ്ടൻസി ഒരു കാരണവശാൽ പോലും വായിച്ച് പഠിക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ പോർഷൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.